സ്വാമിജി, ഈ ആഗമാനന്ദ സ്വാമിയുടെ ജീവിതം നമ്മൾ ഒന്ന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമങ്ങൾ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പോലും തിരിച്ചറിയുന്നുണ്ടോ തൻ്റെ ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു മനുഷ്യൻ വലിയ പരിശ്രമം ഇവിടെ നടത്തിയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ കഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം ആരും അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും പറയുന്നത് കണ്ടിട്ടില്ല, ആഗമാനന്ദ സ്വാമിയുടെ. സത്യത്തിൽ ഇങ്ങനെ ഓർത്താൽ മതിയോ ആഗമാനന്ദ സ്വാമിയെ? സത്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇത്രമാത്രം ജീവിതം പിഞ്ഞുവെച്ച മറ്റൊരു വ്യക്തിയെ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കേരളത്തിൽ അത്രമാത്രം, മലയാളക്കരയിൽ അത്രമാത്രം വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിച്ചു. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പ്രചോദനം വിവേകാനന്ദ സ്വാമികളായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഈ നാട്ടിലെ പാവങ്ങളെയും സ്ത്രീകളെയും ഉയർത്തുക, അതായിരിക്കണം നമ്മളുടെ ദൗത്യം. അവർക്ക് നഷ്ടപ്പെട്ട വ്യക്തിത്വം തിരിച്ചു കൊടുക്കുക. ഇതിനു വേണ്ടിയാണ് സ്വാമിജി ജീവിതം മുഴുവൻ ചമത പോലെ ചുട്ടരിച്ചത് പറയേണ്ടതായിട്ടുണ്ട്. ഇത് സ്വാമിജി ചെറുപ്പകാലം മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു. വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മുഹമ്മദ് മലയുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ മല മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകണം. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉദ്ധരിക്കാനുള്ള ശ്രമം അങ്ങനെയായിരിക്കണം. അവർ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരെ ഉദ്ധരിക്കാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ജീവിതം തന്നെ വേണ്ടി വന്നാൽ ത്യജിക്കുകയും ചെയ്യണം. ആ ഒരു ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ നിർവഹിച്ച ഒരു മഹാത്മാവായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. നമുക്കറിയാം, ആഗമാനന്ദ സ്വാമികൾ 1928 ഇവിടെ പുതുക്കാട് ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് എല്ലാവർക്കുമായിട്ട് ആ ക്ഷേത്രം തുറന്നു കൊടുക്കുകയുണ്ടായി. അത് അന്നത്തെ കാലം, ക്ഷേത്രപ്രവേശന വിളംബരത്തിനൊക്കെ എത്രയോ കാലം മുമ്പ് അത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അന്ന് തന്നെ നടന്ന, ആ സമയത്ത് തന്നെ നടന്ന പന്തി ഭോജനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിഷയത്തിലും വലിയ ഇടപെടലുകൾ. അതെ, ഇവിടെ തന്നെ വൈക്കം സത്യാഗ്രഹ സമയത്ത് ആഗമാനന്ദ സ്വാമികളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം, അതിനു മുമ്പ് തന്നെ ആഗമാനന്ദ സ്വാമികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു തീരുമാനം അതിനു മുമ്പും എത്രയോ മുമ്പ്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അതിനുള്ളൊരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി പൂർണ്ണമായും ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അതായത് ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ, കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ ആഗമാനന്ദ സ്വാമികൾ പൂജാരിയാക്കി മാറ്റിയത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ്. അന്നത്തെ കാലമാണ്, നിങ്ങൾ ആലോചിക്കണം. വാവക്കുട്ടൻ മാസ്റ്റർ എന്നുള്ള പേരിൽ ഒരു വ്യക്തി, അദ്ദേഹത്തെയാണ് അവിടെ പൂജാരിയായിട്ട് നിയമിക്കുന്നത്. ഈ 2024 ഒരാളെ പൂജാരിയാക്കി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ആ കാലഘട്ടത്തിൽ നിന്ന് എത്ര പിന്നിൽ പോയി. വാവക്കുട്ടൻ മാസ്റ്റർ അന്ന് ആഗമാനന്ദ സ്വാമികളുടെ പ്രചോദനത്താലും ഒക്കെ പൂജാരിയായി എങ്കിൽ അന്ന് അത് എത്രമാത്രം സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്.
അപ്പോൾ അതിനുവേണ്ടി പൂർണ്ണമായിട്ടും അത് അങ്ങേയറ്റം എത്തുക, ആ പ്രവർത്തനം അങ്ങേയറ്റം എത്തണം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം ഭഗവാൻ സ്വാമികൾ പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ആ കാലഘട്ടത്തിൽ കളക്ടറും എഞ്ചിനീയറും ഉണ്ടായി എന്ന് പറയുമ്പോൾ ചെറിയ പരിശ്രമമല്ലല്ലോ. അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഗുപ്തൻ നായർ സാർ പറയുന്നുണ്ട്. ഗുപ്തൻ നായർ സാർ ഒരിക്കൽ ആശ്രമത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തുകയുണ്ടായി. അന്നത്തെ കാലത്ത് രാത്രിയിൽ നേരത്തെ കിടക്കണം, പെട്രോൾ മാക്സ് ഒക്കെ വെച്ചാണ് അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കൊക്കെ വെച്ചുകൊണ്ടാണ് മുറിയിൽ കഴിഞ്ഞുകൂടേണ്ടത്. അപ്പോൾ സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ച് കിടക്കണം. അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. രാത്രി സമയമായി, ഏതാണ്ട് 12 മണിയൊക്കെ ആയി. പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു റാന്തൽ വെളിച്ചം ഇങ്ങനെ കാണുന്നു. അവിടെയുള്ള ഹോസ്റ്റലിലേക്കാണ് ഈ റാന്തൽ വെളിച്ചം എത്തുന്നത്. ഇദ്ദേഹത്തിന് അത്ഭുതമായി. ഭഗവാൻ ഗുപ്തൻ നായർ സാർക്ക് അത്ഭുതമായി. ഈ രാത്രിയിൽ ആരാണ് ഈ പാതിരാത്രിയിൽ ഈ ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നത് ആരായിരിക്കണം? അതിനുവേണ്ടി അദ്ദേഹം പുറത്തിറങ്ങി ഈ റാന്തൽ വിളക്കിനെ അനുഗമിക്കുകയുണ്ടായി. അത് ആഗമാനന്ദ സ്വാമികളായിരുന്നു. സംഭവിച്ചത്, ആ ഹോസ്റ്റലിനുള്ളിൽ 2 കുട്ടികൾ ഇരുന്ന് കരയുകയായിരുന്നു. അവർക്ക് കാലിന് വേദനയാണ്. ആ വേദനിച്ച കുട്ടികളെ കുഴമ്പ് തേച്ച് ഉറക്കാൻ വേണ്ടിയാണ് സ്വാമിജി തൻ്റെ ഓഫീസ് ജോലിക്ക് ശേഷം അവിടെ വന്നത്. 12 മണിയായി ഓഫീസ് ജോലി കഴിഞ്ഞപ്പോൾ. അതിനുശേഷം ഹോസ്റ്റലിലെത്തി ആ കുട്ടികളെ കുഴമ്പ് തേച്ച് ഉറക്കി. അതിന് ശേഷം അവരുറങ്ങി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് സ്വാമിജി അവിടുന്ന് ഹോസ്റ്റലിൽ നിന്നും തൻ്റെ മുറിയിലേക്ക് മടങ്ങിപ്പോയത്. ഈ ഒരു സംഭവത്തെ ഗുപ്തൻ നായർ സാറ് നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഈശ്വരനെ നേരിട്ട് കണ്ടു എന്നാണ്. ഞാൻ ഈശ്വരനെ നേരിട്ട് കണ്ടു. ഇത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനത്തെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുമോ? അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ജില്ലാ കളക്ടർ വരെ ആയിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും രൂപപ്പെട്ടു വരികയുണ്ടായി. ഒരു കുട്ടപ്പൻ എന്ന് പറയുന്ന ആൾ, മാണിക്യമംഗലം ഭാഗത്തുള്ള കുട്ടപ്പൻ. അപ്പോൾ അത്തരത്തിൽ ചെറിയ ഉദ്യോഗത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ഒരു വികാസം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കുണ്ടായി എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിനുവേണ്ടി സ്വാമിജി എത്രമാത്രം ജീവിതത്തെ ഒഴിഞ്ഞുവെച്ചു, എത്രമാത്രം ചമത പോലെ ചുട്ടരിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ ജനത അത് മനസ്സിലാക്കുന്നുണ്ടോ? സ്വാമിജിയെ എത്ര പേര് ഓർക്കുന്നുണ്ട്? കൃതജ്ഞാഹ ഗതിർനാസ്തി എന്ന് പറയാറുണ്ട്. ഒരു വികസിച്ച സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃതജ്ഞതയാണ്. കൃതജ്ഞത സ്വാമിജിയോട് നിർവഹിക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഇത്. ആഗമാനന്ദ സ്വാമികളുടെ പാണ്ഡിത്യം വിളിച്ചോതുന്ന ഒരു സംഭവമായിരുന്നല്ലോ. മഹാത്മാഗാന്ധി 1925 നമ്മുടെ കേരളത്തിലേക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരികയും അവിടെ ശങ്കരാചാര്യരുടെ ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ഉണ്ടാകുന്നതും അതിന് ഒരു നിവൃത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മദൻ മോഹന മാളവീയയെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അതിൽ കേളപ്പൻ ഇടപെടുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അത് ശരിക്ക് ആഗമാനന്ദ സ്വാമി എനിക്ക് തോന്നുന്നു ആ സമയത്ത് 30 വയസ്സിന് താഴെ ഉണ്ടാവാൻ വഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെയാണ് ഇവരെല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തത്, ഒരു അറിവിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത് ആഗമാനന്ദ സ്വാമിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു സംഭവം, ഇഷ്യൂ? ആഗമാനന്ദ സ്വാമികളുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാമിജിയുടെ ചെറുപ്പം മുതലുള്ള ഒരു കാലഘട്ടം ആലോചന വിധേയമാക്കേണ്ടതുണ്ട്. സ്വാമിജിയുടെ പൂർവാശ്രമം ചവറയ്ക്കടുത്ത് ആണ്. 1896 കൃഷ്ണൻ നമ്പ്യാതിരി ജനിച്ചത്. സ്വാമിയുടെ പൂർവാശ്രമ നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം
മഹാപണ്ഡിതന്മാരോടൊപ്പമാണ് പഠനം പൂർത്തീകരിച്ചത്. ഏറത്ത് കൃഷ്ണനാശാനൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്നുമാണ് ചെറുപ്പകാലത്തെ പഠനം അദ്ദേഹം വ്യാകരണം, സംസ്കൃതം, വേദാന്തം ഒക്കെ പൂർത്തീകരിക്കുകയുണ്ടായത്. അതിനുശേഷം അദ്ദേഹം മഹാരാജാസ് കോളേജിൽ ചേർന്ന് പഠിക്കുന്നുണ്ട്. ഉപരിപഠനത്തിന് വേണ്ടിയാണ് അന്നത്തെ കാലത്തെ മദ്രാസിലേക്ക് പ്രസിഡൻസി കോളേജിൽ ചേർന്നത്. അന്ന് പ്രസിഡൻസി കോളേജിൽ നടരാജഗുരു ഒക്കെ സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്. ആ സമയത്താണ് അദ്ദേഹം വിക്ടോറിയ ഹോസ്റ്റലിൽ പഠിച്ചിരുന്നത്, പ്രസിഡൻസി കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള വിക്ടോറിയ കോളേജ്. അപ്പോൾ ഈ അന്ന് പ്രസിഡൻസി കോളേജിൽ കുപ്പസ്വാമി ശാസ്ത്രികളെ പോലുള്ള മഹാപണ്ഡിതന്മാർ, മഹാരഥന്മാർ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യൻ രീതിയിൽ മിക്കവാറും പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് കൃഷ്ണൻ നമ്പിയാതിരി ഉത്തരേന്ത്യയിലേക്ക് പോയത്. സ്വാമിജി പോയത് ആഗമാനന്ദ സ്വാമികൾ എന്ന നാമധേയത്തിലാണ്. ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള പഠനം, പ്രത്യേകിച്ച് ഇവിടെ ഋഷികേശിൽ കൈലാസാശ്രമത്തിലും ഉത്തരകാശിയിലൊക്കെ നടക്കുന്ന പഠനം നമുക്കറിയാവുന്നതാണ്. വർഷങ്ങൾ നീളുന്ന പഠനമാണ്. ഷഡ്ദർശനങ്ങളിൽ പൂർണ്ണമായിട്ടും അവഗാഹം ഉറപ്പിക്കുവാനുള്ള ഒരു വലിയ ശ്രമം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഋഷികേശിൽ കൈലാസാശ്രമത്തിൽ അവിടുത്തെ മുന്നിലുള്ള ആ ശിലയിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ചവർ സ്വാമി വിവേകാനന്ദൻ, സ്വാമി ചിന്മയാനന്ദൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒരുപക്ഷെ സ്വാമിജി പഠിച്ചിട്ടുണ്ടാവും, ആഗമാന സ്വാമികൾ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ടാവും. സ്വാമിജി എന്തായാലും ഉത്തരേന്ത്യൻ ശൈലിയിൽ നിന്നും ഈ ഷഡ്ദർശനങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അതുകൂടാതെ സ്വാമിജിക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം നിർമ്മലാനന്ദ സ്വാമികളുടെ വലിയ ഒരു സാന്നിധ്യമാണ്. ഒരു മഹാത്മാവിനെ നേരിട്ട് കാണുന്നതിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സംസ്കാരം. ആധ്യാത്മികതയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരെ കാണുന്നതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ തൻ്റെ മുമ്പിലുള്ളത് ഒരു അങ്ങേയറ്റത്തെ മഹാത്മാവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനും അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാമിജിയുടെ ഗുരു, ആഗമാനന്ദ സ്വാമികളുടെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മാനസപുത്രനായിട്ടുള്ള ശ്രീമദ് ബ്രഹ്മാനന്ദ സ്വാമികളാണ്. ആ ബ്രഹ്മാനന്ദ സ്വാമികളുടെ പേരിലാണ് സ്വാമിജി കാലടിയിലെ സ്കൂള് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മഹാശിഷ്യന്മാരുമായി ഇത്രമാത്രം അടുത്ത് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ താൻ പഠിച്ച ശാസ്ത്രത്തെ നേരിട്ട് കാണാനുള്ള അവസരമാണ് അത് രൂപപ്പെടുത്തിയെടുത്തത്. അന്ന് ബേലൂർ മഠത്തിൽ ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ ആഗോള തലസ്ഥാനമായ ബേലൂർ മഠത്തിൽ 4ഓളം പ്രഥമ ശിഷ്യന്മാർ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രഥമ ശിഷ്യന്മാർ ഉണ്ടായി. ഒന്ന് അഭേദാനന്ദ സ്വാമികൾ, പിന്നെ ശിവാനന്ദ സ്വാമികൾ, അഖണ്ഡാനന്ദ സ്വാമികൾ. ഈ അഖണ്ഡാനന്ദ സ്വാമികളൊക്കെയാണ് ഗുരുജി ഗോൾവൽക്കറുടെ ഗുരുവായിട്ടുള്ളത്. അപ്പോൾ ഈ അഖണ്ഡാനന്ദ സ്വാമികളുടെയും ശിവാനന്ദ സ്വാമികളുടെയും അഭേദാനന്ദ സ്വാമികളുടെയും ഒക്കെ ജീവിതത്തെ നേരിട്ട് ബോധ്യപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആഗമാനന്ദ സ്വാമികളുടെ പാണ്ഡിത്യം വെറും പാണ്ഡിത്യമല്ല, അത് അനുഭവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ശൈലി അതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതായത് പാണ്ഡിത്യത്തെ ജീവിതമാക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ
അവലംബിക്കുകയുണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞു. അല്ല, ഈ നമ്മുടെ ഗാന്ധിജി വന്ന അതെ ശേഷം അതെ ഞാനത് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ള നിലയിൽ ആഗമാനന്ദ സ്വാമികളെ കാണേണ്ടതുണ്ട്. ആ കാലഘട്ടത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് കേരള ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. 1924 മുതൽ 1925 വരെ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിന്ന, എങ്ങുമെത്താതെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ആ സമരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകണമെന്നുള്ള നിലയിലാണ് ഗാന്ധിജി സത്യാഗ്രഹ വേദിയിലേക്ക് വരികയുണ്ടായത്. ഗാന്ധിജിക്ക് മുമ്പിൽ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി എന്ന വ്യക്തി അവരെ യാഥാസ്ഥികരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവതരിപ്പിച്ചത് ശാങ്കര സ്മൃതിയെയാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു ഐത്താചരണം കേരളക്കരയിൽ നടക്കുന്നത് ശങ്കരാചാര്യസ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ്. ശങ്കരാചാര്യസ്വാമികൾ ശാങ്കര സ്മൃതിയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ശൈലിയിലാണ് ഞങ്ങൾ ഈ ഐത്താചരണം ഇവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു കാര്യമാണ് ഗാന്ധിജിയുടെ മുമ്പിൽ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി അവതരിപ്പിച്ചത്. ഗാന്ധിജി നിസ്സഹായനായിപ്പോയി. ഗാന്ധിജി ഗുരുതുല്യനായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് ശങ്കരാചാര്യസ്വാമികൾ. ആ ശങ്കരാചാര്യസ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ആചരണം ഇവിടെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. മഹാത്മാഗാന്ധി പറഞ്ഞു, എനിക്ക് സംസ്കൃതം അറിയില്ല, സംസ്കൃതത്തിൽ അത്രയ്ക്ക് പരിജ്ഞാനമില്ല, അതുകൊണ്ട് തന്നെ ഈ ശാങ്കരസ്മൃതി, നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ശാങ്കരസ്മൃതി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള മദൻ മോഹൻ മാളവീയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാര്യത്തെ വ്യക്തമായി ബോധ്യപ്പെട്ട ശേഷം ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാം, അതിനു മുമ്പ് ഞാനൊരു അഭിപ്രായം പറയില്ല എന്നുള്ള നിലയിൽ ഗാന്ധിജി ഒരു നിലപാടെടുത്തു. അപ്പോൾ ഈ ചർച്ച പൂർണ്ണമായിട്ടും വഴിമുട്ടി. ഇനി അത് ഒരു വർഷം നീണ്ടു നിന്ന ആ ചർച്ചയ്ക്ക് ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് ഗാന്ധിജി വന്നത്. അവിടെ ചർച്ച വഴിമുട്ടി. അപ്പോൾ തന്നെ കെ കേളപ്പൻ പറഞ്ഞു, നമ്മുടെ കൂടെ സംസ്കൃതവും ഇംഗ്ലീഷും നന്നായി പഠിച്ചിട്ടുള്ള, രണ്ടിലും നല്ല അവഗാഹമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, കൃഷ്ണൻ നമ്പ്യാതിരി. അപ്പോൾ ഈ കൃഷ്ണൻ നമ്പ്യാതിരിയെ നമുക്ക് വിളിക്കാം. ഗാന്ധിജിക്കും സമ്മതമായി. ഗാന്ധിജിയുടെ മുമ്പിൽ കൃഷ്ണൻ നമ്പ്യാതിരി വന്ന് ഈ കാര്യം വിശദീകരിച്ചു. കൃഷ്ണൻ നമ്പ്യാതിരി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച കാര്യം, ഞാൻ ഏകദേശം 10 വയസ്സ് മുമ്പ് തന്നെ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളുമായി പരിചയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ശങ്കരാചാര്യസ്വാമികളുടെ കൃതി അതിൻ്റെ പ്രൗഢി എത്രത്തോളമാണ് എന്ന് എനിക്കറിയാം. അതിൻ്റെ യാതൊരുവിധ ശൈലിയും ഈ ശാങ്കരസ്മൃതിയിൽ ഇല്ല എന്ന് മാത്രമല്ല, ഈ ശാങ്കരസ്മൃതി നിറയെ വ്യാകരണ തെറ്റുകളാണ്. ഇത് ശങ്കരാചാര്യസ്വാമികളുടേതാവാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇത് വേറെ എങ്ങനെയോ ഇവിടെ രൂപപ്പെട്ടു വന്നതാണ് എന്നുള്ള കാര്യം ഗാന്ധിജിയുടെ മുമ്പിൽ കൃത്യമായി ആഗമാനന്ദ സ്വാമികൾക്ക് ഇംഗ്ലീഷിൽ വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചു. ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതോടുകൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഒരു തീരുമാനം രൂപപ്പെട്ട് വരികയുണ്ടായത്. ആ വൈക്കം സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പോലും ഒരു വർഷം നീണ്ടു നിന്ന ആ ഒരു സമരത്തിൻ്റെ പരിസമാപ്തിയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വാർഷികങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ മനഃപൂർവ്വം മറന്നുപോകുന്ന ഒരു വ്യക്തിത്വം ആയിട്ട് ആഗമാനന്ദ സ്വാമികൾ മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഗമാനന്ദ സ്വാമിയുടെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് മഹാപ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ പി പരമേശ്വർജി അടക്കമുള്ള
ആ പ്രതിഭകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് സ്വാമിജിക്ക് പറയാൻ സാധിക്കുക? ആഗമാനന്ദ സ്വാമികൾ സൃഷ്ടിച്ചിട്ടുള്ള പ്രതിഭകളാണ് പിന്നീട് കേരളത്തെ രൂപപ്പെടുത്തുകയുണ്ടായത് എന്ന് സസൂക്ഷ്മം വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആഗമാനന്ദ സ്വാമികൾ ഒരു മഹാപണ്ഡിതനായിരുന്നു, വാഗ്മിയായിരുന്നു, ചിന്തകനായിരുന്നു, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നിർവഹിക്കാത്ത പ്രവർത്തനങ്ങൾ ഏതുണ്ട് എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ്. സ്വാമിജിയുടെ ആ ഒരു വ്യക്തിത്വത്തിൽ ആകൃഷ്ടമായിട്ട് അന്നത്തെ ബൗദ്ധിക മേഖല മുഴുവൻ കാലടിയിലേക്ക് അതിൻ്റെ സഞ്ചാരം സുഗമമാക്കി എന്ന് ചിന്തിക്കേണ്ടി വരും. അത്രമാത്രം പ്രതിഭകൾ കാലടിയിലേക്ക് ഒഴുകി എന്നുള്ളതാണ്. സാഹിത്യകാരന്മാരുടെ ഇടയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹമൊക്കെ ഭഗവാൻ സ്വാമിയായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എൻ വി കൃഷ്ണവാര്യർ കേരളം കണ്ട വലിയൊരു പ്രതിഭയായിരുന്നു. അദ്ദേഹം ഭഗവാൻ സ്വാമികളുടെ ഒരു ശിഷ്യനെ പോലെയായിരുന്നു. ഈ എൻ വി കൃഷ്ണവാര്യരുടെ ശിഷ്യാഗ്രണികളാണ് പിന്നീട് വന്ന ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരി, അതുപോലെ ഗുപ്തൻ നായർ സാറ്, സുഗതകുമാരി ടീച്ചർ ഒക്കെ. അപ്പോൾ അങ്ങനെയൊരു വലിയ പാരമ്പര്യം. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പരമേശ്വർജിയെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ശൈലി, അത് നമ്മൾ തീർച്ചയായിട്ടും പഠനവിധേയമാക്കേണ്ട ഒന്നാണ്. അദ്ദേഹം ചെറുപ്പകാലത്ത് ആശ്രമത്തിൽ വന്ന് താമസിച്ചതും എന്തൊക്കെ പുസ്തകങ്ങളാണ് വായിക്കാൻ കൊടുത്തതെന്നും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആഗമാനന്ദ സ്വാമികൾ പരമേശ്വർജിയെ ഒരു പ്രതിഭയാക്കി രൂപപ്പെടുത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ തന്നെ പി ഗോവിന്ദപിള്ള, ഇടതുപക്ഷ ചിന്തകനായിരുന്ന പി ഗോവിന്ദപിള്ളയ്ക്ക് വലിയൊരു ബന്ധമാണ് ഭഗവാൻ സ്വാമികളുമായിട്ട്, ശിഷ്യസമാനമായൊരു ബന്ധം ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ എം എസ് വലിയത്താൻ, പ്രമുഖനായ കാർഡിയോളജിസ്റ്റായ എം എസ് വലിയത്താൻ, അതുപോലെ തന്നെ യുക്തിവാദികളായിട്ട് പോലും എ ടി കോവൂര് സ്വാമിജിയുടെ വലിയ സുഹൃത്തായിരുന്നു. ആശ്രമത്തിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. സ്വാമിജി പറഞ്ഞിട്ടാണ് എ ടി കോവൂര് ഇംഗർസോളിൻ്റെ പുസ്തകങ്ങൾ വായിച്ചത്. ഇംഗർസോള് പ്രമുഖനായ യുക്തിവാദിയായിരുന്നു. ഇംഗർസോളിൻ്റെ പുസ്തകങ്ങൾ എ ടി കോവൂരിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആഗമാനന്ദ സ്വാമികളാണ്. പിന്നെ എ കെ ജിയുമായിട്ടുള്ള ബന്ധം, എ കെ ജി മിക്കവാറും ആശ്രമത്തിൽ പോകുമായിരുന്നു, സ്വാമിജിയെ കാണാറുണ്ടായിരുന്നു. എ കെ ജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് അന്ന് സത്യാഗ്രഹികളെ വൈകുന്നേരം ആയാൽ പ്രചോദിപ്പിച്ചിരുന്നത്, ആ സമയമാകുമ്പോൾ ക്ഷീണിക്കുമല്ലോ, ആഗമാനന്ദ സ്വാമികളുടെ പ്രഭാഷണമായിരുന്നു. അപ്പോൾ മലബാർ മേഖലയിലൊക്കെ ഈ സത്യാഗ്രഹ സന്ദേശവുമായിട്ട്, ഗുരുവായൂർ സത്യാഗ്രഹ സന്ദേശവുമായിട്ട് വിപുലമായൊരു പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നും അതിലൊക്കെ ഞങ്ങൾ കൂടി പ്രചോദിതരായിരുന്നു എന്നുമാണ് എ കെ ജി അഭിപ്രായപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഗുരു നിത്യചൈതന്യയതി അവിടെ ആഗമാനന്ദ സ്വാമികളുടെ അടുത്ത് എത്തുകയും തൻ്റെ സത്യാന്വേഷണ ത്വര അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ആ നിത്യചൈതന്യയതിക്ക് അദ്ദേഹം ആദ്യമായിട്ട് കൊടുത്ത പുസ്തകം ശ്രീരാമകൃഷ്ണ വചനാമൃതവും അതുപോലെ തന്നെ വിവേക ചൂടാമണിയുമാണ്. ഈ രണ്ട് പുസ്തകത്തെയും ആധാരമാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നിത്യചൈതന്യയതി പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ പിന്നീട് നമ്മുടെ സമൂഹ ശരീരത്തെ രൂപപ്പെടുത്തിയെടുത്തത് ആഗമാനന്ദ സ്വാമികൾ രൂപപ്പെടുത്തി വെച്ച ഒരു തലമുറയായിരുന്നു എന്ന് പറഞ്ഞാലും ശരിക്ക് ആഗമാനന്ദ സ്വാമി കൊളുത്തിവിട്ട ദീപങ്ങളുടെ വെളിച്ചേ കേരളത്തിലുള്ളൂ അല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം പരമേശ്വർജിയുടെ കാര്യം പറഞ്ഞു. പരമേശ്വർജിയെ ആശ്രമത്തിൽ
വെച്ച് രൂപപ്പെടുത്തിയെടുത്ത ആ ഒരു ശൈലി അന്നത്തെ കാലത്തെ സന്യാസിമാർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന പുസ്തകം വേണം വായിക്കാൻ. അത് മാത്രമല്ല, പരമേശ്വരജിയെ ഉത്തരേന്ത്യൻ പര്യടനത്തിന് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഘട്ടം വന്നപ്പോൾ സന്യാസി ആകണമെന്ന് പോലും ആഗ്രഹിച്ച ആളാണ് പരമേശ്വരജി. അങ്ങനെ രൂപപ്പെടുത്തിയ പരമേശ്വരജി പിന്നീട് കേരളത്തിൽ ഉയർത്തിവിട്ട ആശയങ്ങൾ എപ്രകാരമാണ് ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ വിശാല ഹിന്ദു സമ്മേളനങ്ങളിലൂടെയും അതെ അതെ അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരമേശ്വരജിയുടെ ജീവിത സർവസ്വം ശ്രീരാമകൃഷ്ണ ശാരദാ വിവേകാനന്ദന്മാരായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ 3 പേരുടെയും ചിത്രങ്ങളുണ്ടാകും. അത് എവിടെ ഇപ്പോൾ പരമേശ്വരജിയുടെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് തുറന്നു നേരെ പരമഹംസരുടെയും ശാരദാമ്മയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ഫോട്ടോ എടുത്ത് വയ്ക്കും. അവിടെ ഒരു പൂവ് ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ ഒരു ആധ്യാത്മിക പശ്ചാത്തലമാണ് ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പൂർണ്ണമായും വിടർത്തുന്നത്, പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ആധ്യാത്മികതയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഈ ക്ഷേത്രങ്ങൾ തോറും ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ 10 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ആഗമാനന്ദ സ്വാമി തൻ്റെ ആശയം മുന്നോട്ട് വച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആഗമാനന്ദ സ്വാമിജിയുടെ ഒരു സിംഹഗർജനത്തിൽ ഹിന്ദു സമൂഹം ഉണർത്തെഴുന്നേറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ലേ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രേരണയ്ക്ക് പുറത്ത് മറ്റൊരു പ്രേരണ എന്ന രീതിയിൽ ഹിന്ദു സമാജത്തെ ഉണർത്തുന്നതിൽ ആഗമാനന്ദ സ്വാമിജിയുടെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ഹിന്ദു സമാജത്തിലുണ്ടായിട്ടുള്ള ആ വലിയ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പലരും പറയാറുള്ളൊരു കാര്യമാണ് വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ട് അങ്ങ് പോയി എന്ന്. പലരും അജ്ഞത കൊണ്ട് ഇത് പറയുന്നതാണ്. എന്നാൽ വിവേകാനന്ദ സ്വാമികൾ കേരളക്കരയെക്കുറിച്ച് എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും അവർ മുന്നോട്ട് വെക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു മാറ്റം ശ്രീരാമകൃഷ്ണ സന്ദേശത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് വിവേകാനന്ദ സന്ദേശവാഹകനായിട്ടുള്ള ആഗമാനന്ദ സ്വാമികൾ ഭംഗിയായി നിർവഹിച്ചു, അതിൻ്റെ അങ്ങേയറ്റം നിർവഹിച്ചു എന്ന് പറയാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്നോണമാണ് ഇവിടെ വേദാന്തത്തിന് ഇത്രമാത്രം പ്രചാരം ലഭിച്ചത്. ശങ്കരാചാര്യ സ്വാമികളുടെ കാലത്തിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള വലിയൊരു ആശയപ്രചരണം ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും നേതൃത്വത്തിലായിരുന്നു. അവരുടെ പോക്കിന് ശേഷം, അവരുടെ വിടവാങ്ങലിന് ശേഷം വലിയൊരു വിടവുണ്ടായിരുന്നു. ആ വിടവ് നികത്തിയത് ആഗമാനന്ദ സ്വാമികളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ കേരളത്തിൽ വേദാന്തം വളരെയധികം നന്നായി പ്രസരിച്ചു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശങ്കരകൃതികളുടെ വ്യാപനം, ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികൾ എത്ര പേര് അറിഞ്ഞിരുന്നു? സ്വാമിജിയാണ് ഈ ഉത്സവപ്പറമ്പുകളിലുമൊക്കെ തലച്ചുമിട്ടിൽ കൊണ്ടുപോയി ഇത് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ നാമത്തെ കേരളത്തിലുടനീളം അറിയിക്കുകയുണ്ടായി. മിക്കവാറും ഇന്നിപ്പോൾ സ്വാമിജിയുടെ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രത്യേകിച്ച് ശങ്കര കൃതികളുടെ വിവർത്തനം സ്വാമിജിയുടേതായിട്ടുണ്ട് മലയാളത്തിൽ. മിക്കവാറും എല്ലാ കൃതികൾക്കും അദ്ദേഹം വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവൈലബിളാണ്. അപ്പോൾ അത്തരത്തിൽ കേരളത്തെ ഒരു ബൗദ്ധിക മേഖലയിലേക്ക് ഇത്തരത്തിൽ ക്രിയാത്മകമായിട്ട് ഉയർത്തുവാൻ സ്വാമികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ അത് അങ്ങേയറ്റം വിജയം പ്രാപിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
കുറഞ്ഞ പക്ഷം ബാഹ്യതലത്തിലെങ്കിലും ഇന്ന് ജാതി വിവേചനങ്ങളില്ല എന്ന് മിക്കവാറും നമുക്ക് പറയാൻ സാധിക്കും. സൂക്ഷ്മതലത്തിൽ ഉള്ളിൽ ജാതി പുലർത്തുന്നവരുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ സംശയിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടി. അതിപ്പോൾ സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, പലരുടെയും പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് വന്നു എങ്കിൽ കൂടി അവർക്ക് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറത്ത് വികാസത്തിലേക്ക്, ഒരു മനുഷ്യന് സംതൃപ്തി നൽകുന്ന ഒരു മനോവികാസത്തിലേക്ക് ആ വിദ്യാഭ്യാസത്തെ നയിക്കണമെന്നുണ്ടെങ്കിൽ വേദാന്തത്തിൻ്റേതായ ഒരു വലിയ പ്രൗഢി, ഒരു അറിവ് അവർ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പകുത്തെടുക്കേണ്ടതുണ്ട്. അത് ആ വിഭാഗം ജനങ്ങൾ, അത് ആ വിഭാഗം ജനങ്ങളെന്ന് മാത്രമല്ല, ആരൊക്കെയാണോ ആ മനോവികാസം ആർജിക്കാത്തവരായിട്ട് അവരെല്ലാവരും അത് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആഗവാൻ സ്വാമികൾ പറഞ്ഞത്, ഇന്ന് കാണുന്ന, അന്നത്തെ കാലത്ത് പറഞ്ഞതാണ്, ഇന്ന് കാണുന്ന ബ്രാഹ്മണരിൽ പോലും ശൂദ്രരുണ്ട്, ശൂദ്രന്മാരിൽ പോലും ബ്രാഹ്മണരുണ്ട്. സ്വാമിജി ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ്, ഗുണമാണ് ഒരാളെ ആരാണെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു ആര്യ സംസ്കാരം എങ്ങനെ രൂപപ്പെടുന്നു? ആര്യന്മാരെന്ന് പറഞ്ഞാൽ ആ ഉയർന്നവർ എന്നുള്ള രീതിയിലാണ് സ്വാമിജി ഉപയോഗിക്കുന്നത്. അത് രൂപപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ മനോവികാസം ഉണ്ടാവണം. ആ മനോവികാസം രൂപപ്പെട്ടാൽ മാത്രമേ ഒരു ജീവൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ഇന്ന് കാണുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി സമൂഹത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ സ്വാമിജിയുടെ വലിയൊരു ലക്ഷ്യമായിരുന്നു വിദ്യാഭ്യാസം സാർവത്രികമാകുക. ഇന്ന് ഏകദേശം കേരളത്തിൽ അത് അത്തരത്തിലുള്ളൊരു സാഹചര്യം, സാർവത്രിക വിദ്യാഭ്യാസം ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അത് യൂറോപ്പിന് സമാനമായ രീതിയിൽ സാമ്പത്തിക ഭദ്രതയൊക്കെ ഇവിടെയുണ്ട്, അത് യാതൊരു സംശയവും വേണ്ട. പക്ഷെ അതിനെ ക്രിയാത്മകമായ രീതിയിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന തെറ്റായ രീതിയിലുള്ള ലഹരി വ്യാപനവും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകളും വിവാഹമോചനങ്ങളും ഇത്തരത്തിലുണ്ടാകുമായിരുന്നുവോ? അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടായതുപോലെ ഇവിടെ മുക്കിനും മൂലയിലും ലഹരി വ്യാപനം രൂപപ്പെട്ടു വന്നത് എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മദ്യപാനം മാത്രമല്ലല്ലോ, ഇപ്പം മദ്യപാനം ഒരു പ്രശ്നമല്ല, അതിന് അപ്പുറത്ത് മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപനം സർവ്വ കലാലയങ്ങളിലും സർവ്വ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വേരുപെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ മനോവികാസത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആഗമാൻ സ്വാമികൾ മുന്നോട്ട് വെച്ച ആ ഒരു വിദ്യാഭ്യാസ സംസ്കാരം അതിൻ്റെ പൂർണ്ണതയിലെത്തേണ്ടതുണ്ട്. അവിടെ വിവേകാനന്ദ സ്വാമികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ആൻഡ് മേക്ക്, ആവുക, ആക്കി തീർക്കുക. നമ്മൾ സ്വയം അത് ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു മൂല്യത്തെ. എന്നിട്ട് വേണം നമുക്ക് സമൂഹത്തിന് അത് പകർന്നു കൊടുക്കാൻ. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ആഗമാൻ സ്വാമികളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ മുന്നോട്ട് വെക്കാൻ, സമൂഹത്തിൽ വ്യാപരിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സന്ദേശ പ്രചരണമായിരിക്കണം ആഗമാൻ സ്വാമികളുടെ പേരിൽ നമുക്ക് ആഗമാൻ സ്വാമികളെ ഓർക്കുവാൻ വേണ്ടി നമ്മൾ സജ്ജമാക്കേണ്ടതായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആഗമാനന്ദ സ്വാമികളെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് മഹത്തുക്കൾ അദ്ദേഹത്തിൻ്റെ 125-ാം ജന്മവാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആഗമാനന്ദ സ്വാമിജിയുടെ 125-ാം ജന്മവാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന മഹത്തുക്കളോടും പ്രസ്ഥാനങ്ങളോടും അങ്ങേക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ആഗമാനന്ദ സ്വാമികളുടെ ജന്മദൗത്യങ്ങളെ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ആശയങ്ങളെ സമൂഹത്തിൽ വ്യാപരിപ്പിക്കുന്നതിലൂടെ വേണം ഈ ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ എന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആശയം. ആഗമാനന്ദ സ്വാമികൾ എന്തിനു വേണ്ടി നിലകൊണ്ടു, എന്തിനു വേണ്ടിയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇത്രമാത്രം ത്യജിച്ചത്? അത് മറ്റൊന്നുമല്ല, അവർക്ക് നഷ്ടപ്പെട്ടതായ വിദ്യാഭ്യാസം തിരികെ കൊടുക്കുക, വിദ്യാഭ്യാസം അവർക്ക് പകർന്നു കൊടുക്കുക. അതുകൂടാതെ പ്രധാനപ്പെട്ട കാര്യമാണ് മനോവികാസം. അത് രണ്ടാമത്തെ പടിയാണ്. ഇപ്പോൾ ഏകദേശം അത്രത്തോളം എത്തിയിട്ടുണ്ട് കുറച്ചെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ കേരളത്തിൽ ഏകദേശമൊക്കെ എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോലും നമുക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് ആഗമാനന്ദ സ്വാമികൾ ആഗ്രഹിച്ചതുപോലെ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ വരേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് കേരളം വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്? അതെ. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോലും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചുവോ, അത് രണ്ടാമത്തെ ഘട്ടമാണ്. അത് സാധിച്ചുവോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മിക്കവാറും ഇപ്പോൾ ഡൽഹിയിലൊക്കെ, കേരളത്തിന് വെളിയിൽ, കേരളത്തിന് പുറത്ത്, വിദേശ രാജ്യങ്ങളിൽ പൊതുവെ എല്ലാവരും കേരളത്തിലുള്ള കുട്ടികൾ എല്ലായിടത്തേക്കും പോകുന്നുവെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ ഒരു രീതിയിൽ കേരളത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയൊരു സംവിധാനം രൂപപ്പെടണമെന്നാണ് ആഗമാനന്ദ സ്വാമികൾ ആഗ്രഹിച്ചത്. ആഗമാനന്ദ സ്വാമികളുടെ വലിയ ആഗ്രഹമായിരുന്നു തക്ഷശില പോലെ ഒരു വലിയ വിജ്ഞാന കേന്ദ്രം കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവണം. അതെ, തീർച്ചയായിട്ടും. അത് ശങ്കരാചാര്യ സ്വാമികളുടെ കേന്ദ്രത്തിൽ, ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മകേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മനോവികാസം ഉണ്ടാവും. അപ്പോൾ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ മനോദാരിദ്ര്യമുണ്ട്. ആന്തരിക ദാരിദ്ര്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും ആത്മഹത്യ ചെയ്യും. അവരുടെ ഇടയിൽ ഒരു പരിധിയിൽ കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നു. മയക്കുമരുന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്ന എവിടെയാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം ആ മനോവികാസത്തിലേക്ക്. ആ മനോവികാസം മാത്രമാണ് ആത്യന്തികമായൊരു ശാന്തിയും സംതൃപ്തിയും മനുഷ്യൻ നൽകുക. അപ്പോൾ ആ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ മുന്നോട്ട് വെച്ച ഈ ഒരു വലിയ ആശയത്തെ, മനുഷ്യനിർമ്മാണത്തെ, മനുഷ്യനെ നിർമ്മിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ബി ആൻഡ് മേക്ക്. ആദ്യം ആവുക, ആയിത്തീരുക, എന്നിട്ട് വേണം ആക്കി തീർക്കാൻ. ആവുക, എന്നിട്ട് വേണം സമൂഹത്തെ, നമ്മുടെ ചുറ്റുമുള്ളവരെ ആക്കി തീർക്കുവാൻ. ആ രീതിയിലുള്ള ഒരു പരിവർത്തനം ഇവിടെ ഉണ്ടാകുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും ആഗമാനന്ദ സ്വാമികളുടെ പേരിൽ ചെയ്യുകയാണ് എങ്കിൽ ഈ സമൂഹം പരിവർത്തനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായിരിക്കും ഒരു പുതുലോകത്തേക്ക് നമ്മളെ നയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് സാധിക്കുമാറാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ആഗമാനന്ദ സ്വാമികളുടെ നിമിത്തം അതിനുവേണ്ടി ആവാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.
ആഗമാനന്ദ സ്വാമികളുടെ 125-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന സമയത്ത് കേവലം വിദ്യാഭ്യാസമോ കേവലം തത്വചിന്താപരമായിട്ടുള്ള ഉയർച്ചയോ അല്ല, മാനസികമായിട്ടുള്ള വികാസം സംഭവിക്കാതെ പോയാൽ ഇതിനൊന്നും ഫലം കാണില്ല എന്നുള്ളതാണ് സ്വാമിജി പറയുന്നത്. ആ തരത്തിൽ 125-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പുതുതലമുറയെ മാനസിക വികാസത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ കഴിയണമെന്നുള്ള സന്ദേശമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എല്ലാവർക്കും നമസ്തേ.